പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാള് ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംശയമാണ് ഉണ്ടാവാറുള്ളത്. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ. തൃത്വത്തിൽ 3 ആളുകളുണ്ടല്ലോ. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിന് വിഷമമുണ്ടാവോ? പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവിനും വിഷമം തോന്നുമോ എന്നൊക്കെയാണ് എൻ്റെ ചിന്ത. ഈ അടുത്ത് ഡാനിയലച്ചൻ്റെ ഒരു ടോക്ക് കേട്ടു. അതിൽ നിന്ന് എൻ്റെ ചിന്തയ്ക്കുള്ള ഉത്തരവും കിട്ടി. തൃത്വത്തിൽ 3 ആളുകളുണ്ടെങ്കിലും അവരൊന്നു ചേർന്നൊരു സത്തയാണെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഉള്ളിലുള്ളതുപോലെ മത്സരമോ പിണക്കമോ തമ്മിലടിയോ ഒന്നും അവരുടെ ഇടയിലില്ലെന്ന്. പുത്രന്റെ സന്തോഷം പിതാവിനെ മഹത്വപ്പെടുത്തലാണെന്നും പിതാവിന്റെ സന്തോഷം പുത്രനെ മഹത്വപ്പെടുത്തലാണെന്നും പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും മഹത്വപ്പെടുത്തുന്നെന്നും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പുത്രനെ എല്ലാവരും അറിയണമെന്നതുമാണ്. മഹത്വം പിടിച്ചു വയ്ക്കാതെ പരസ്പരം വിട്ടുകൊടുക്കുന്നതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഏതൊരു പ്രവൃത്തിയിലും 3 പേരുടെയും സാന്നിധ്യമുണ്ട്. ലോകസൃഷ്ടിയും ഈശോയുടെ മാമുദിസായും ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ ഏതൊരു പ്രാർത്ഥനയുടെ തുടക്കത്തിലും അവസാനത്തിലോ നമുക്ക് ഈ ത്രിത്വൈക ദൈവത്തോടുള്ള പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിയും തുടങ്ങുന്നത് കുരിശ് വരച്ചാണല്ലോ. സ്തുതിയായിരിക്കട്ടെ. ആമേൻ.